അനിൽ നോക്കൂ, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോയ ഒരു നേതാവാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, നമ്മളൊപ്പം സംവദിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന ഒഴുക്കിനെ ബിജു മാത്യുവിന്റെ സാന്നിധ്യം തന്നെ ഇവിടെ പ്രതിരോധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബിയും തോമസ് ഐസക്കും പ്രതിരോധത്തിലാക്കിയോ കേരളത്തിന്റെ സാമ്പത്തിക? കേരളത്തിൽ വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPM-ലേക്ക് വന്ന ജില്ലയെന്ന ചോദ്യത്തിന്റെ ഉത്തരം പത്തനംതിട്ടയാണ്. അത് ഡസൻ കണക്കിനല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ ഞങ്ങളുടെ കൂടെ നിന്ന് അപ്പുറം പോയാൽ അവരെ ആരെ അവഹേളിക്കാനും ഞങ്ങളാരുമില്ല. പക്ഷേ ജനസമൂഹം ഇടതുപക്ഷത്തേക്ക് വന്നു എന്നാണ് ഞങ്ങൾ കണ്ടത്. അതിന്റെ തെളിവെന്താണ്? ബഹുമാനപ്പെട്ട ഈ ആന്റോ ആന്റണി ഈ പത്തനംതിട്ട കാലുകുത്തിയ പിന്നെ കോൺഗ്രസ് ഉമ്മം കുത്തിപ്പോയി. ഒരൊറ്റ MLA ഇവിടുന്ന് പിന്നെ UDF ജയിച്ചിട്ടില്ല. ഈ പത്തനംതിട്ട എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കോട്ട കൊത്തളമായി മാറിയത് ഇദ്ദേഹം MP ആയിട്ട് പോയതിനു ശേഷം വേറിട്ട് പോയി കോൺഗ്രസ്. ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരോടൊപ്പം നിന്ന് ഞങ്ങൾ നടത്തിയ വികസനം. ഇവിടെ തോമസ് ഐസക് ഇവിടെ മത്സരിക്കാൻ വന്ന ആളല്ല. പക്ഷെ ഇതിവിടെ ഒരു മലയോര പാത വരുന്നുണ്ട്. തോമസ് ഐസക് മത്സരിക്കാൻ ഉണ്ടാക്കിയതാണോ? ഞാൻ പറയുന്നു, മലയോര പാതയെ ഇവിടുത്തെ MP തള്ളി പറയുമോ? ഈ മലയോര പാത കിബി ഇല്ലായിരുന്നു നടക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരദേശ പാതയ്ക്ക് വേണ്ടി 6650 കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൊടുത്തു. അതുകൊണ്ട് ദേശീയപാത വന്നു. ദേശീയപാതയ്ക്ക് സമാന്തരമായി തീരദേശപാത, മലയോരപാത. ഇത് കേരളം മുഴുവൻ തീരദേശപാതയും മലയോരപാതയും ഉണ്ടാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന MP-യുടെ കഴിവാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തൊലിക്കട്ടിക്ക് ഏതെങ്കിലും കാഴ്ചമംഗളവ് കൊണ്ട് കൊടുക്കണമെന്നല്ലാണ്ട് ഞാൻ എന്നാ വർത്താനം പറയാനാ? അതുകൊണ്ട് പറയുന്നത് ഒരു കേന്ദ്ര പദ്ധതിയില്ല. കിബി എന്ന് പറയുന്നത് പറയട്ടെ ദേശീയപാതയിൽ ഞാനൊന്ന് വിശദീകരിക്കട്ടെ. ഇപ്പോൾ രണ്ടാൾ പറഞ്ഞല്ലോ. ഒന്ന്, കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാഗ്ദാനമാണ് മലയോരപാത, തീരദേശപാത. ഈ 2 പാതകളും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. സമ്പൂർണമായി മാത്രമല്ല, അല്ലല്ലോ ഞാൻ പറയട്ടെ, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അത് പറയട്ടെ സമ്മതിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അറിയാൻ എളുപ്പമാർഗമുണ്ട്. നരേന്ദ്രമോദിയുടെ വകയാണെങ്കിൽ ഇന്ന് നമ്മൾ പാലിയക്കരയിലും പന്നിയങ്കരയിലും പോകണം. കാരണം അവിടെ ടോളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കേരളത്തിൽ നടത്തുന്ന ഒരു റോഡിലും ടോളില്ല. നിങ്ങൾക്ക് ടോളുണ്ടെങ്കിൽ ഇടതുപക്ഷ എനിക്കൊരൊറ്റ മിനിറ്റ്. താങ്കൾ നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദി ഒരു കാര്യം, നരേന്ദ്രമോദി സർക്കാരാണോ മലയോര പാതയും തീരദേശപാതയും കൊണ്ടുവന്നത്? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാ. അതിനെന്താണ് സംശയം? നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ഈ ഹൈവേകൾ മൊത്തം കൊണ്ടുവന്നത്. എത്ര ഒറ്റ കാര്യം കൂടി, കിഫ്ബിയിൽ നിന്നാണ് എന്നാണ് LDF പറയുന്നത്. താങ്കൾ പറയുന്നത് സർക്കാരിന്റെ ഫണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണോ അത്? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് കൂടുതലും വിനിയോഗിച്ചിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും ഇല്ല. കൂടുതലോ? അനിൽകുമാർ, സ്ട്രെയിറ്റ് വസ്തുത, എത്ര ശതമാനമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം? ഒരു കാര്യം പറയാം. ഈ ഒരാൾ പറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിയാണ് അതിന് ഫണ്ട് കൊടുക്കുന്നത്? ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി. ദേശീയപാതയ്ക്ക് ഫണ്ട് കൊടുക്കൂ, സംസ്ഥാന പാതയ്ക്ക് ഫണ്ട് കൊടുക്കില്ല. ഇത് മലയോര പാതയും തീരദേശപാതയും സംസ്ഥാന പാതയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുണ്ട്. സംസ്ഥാന പാതയ്ക്ക് കേന്ദ്ര ഫണ്ടോ? സംസ്ഥാന പാതയ്ക്ക് കേന്ദ്ര ഫണ്ടോ? ബഹുമാനപ്പെട്ട തോമസ് ഐസക്കിനെ ആക്രമിക്കാൻ ഇദ്ദേഹം പറഞ്ഞ വാദം എന്താണ്? ഐസക് വന്നതോടുകൂടി കേരളത്തിന്റെ ഖജനാവ് തകർന്നു. തോമസ് ഐസക് വരും മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച അക്കാലഘട്ടത്തിലെ ബഡ്ജറ്റിൽ ഒരു കൊല്ലം ലാസ്റ്റ് ബഡ്ജറ്റിൽ 86,000 കോടി രൂപയാണ് ബഡ്ജറ്റിന്റെ അലോക്കേഷൻ. കേരളത്തിന്റെ നിയമസഭയുടെ ബഡ്ജറ്റ്. തോമസ് ഐസക് അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റ് എത്രയാണെന്നറിയാമോ? 1,71,000 കോടി രൂപ.
അതിനർത്ഥം എന്താണ്? 80,000 86,000 കോടി രൂപയിൽ നിന്നും 1,76,000 കോടിയിലേക്ക് ഇന്നിപ്പോ 1,86 ബാലഗോപാലിന്റെ ബഡ്ജറ്റ് 1 ലക്ഷം കോടി രൂപ ഉയർന്നത് കേരളത്തെ തകർത്തത് കൊണ്ടാണോ? ചോദ്യം നമ്പർ 1. അതിന് മറുപടി ഇല്ല. എനിക്ക് ഇടവേള വേണം. പറഞ്ഞോ. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അധികാരത്തിരിക്കുമ്പോ 600 രൂപ കിടന്ന പെൻഷൻ 18 മാസം കുടിശ്ശിക. ഞാൻ പറയട്ടെ, LDF സർക്കാർ അവർ 28 ലക്ഷം പേർക്ക് കൊടുത്തു. ഞങ്ങൾ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നു. 1,600 രൂപ വെച്ച് കേരളത്തെ തകർത്തോ ബഹുമാനപ്പെട്ട? അതുപോലെ പറയുന്നു, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് സ്കൂൾ പൂട്ടി. ബഹുമാനപ്പെട്ട തോമസ് ഐസക് ധനകാര്യമന്ത്രിയായപ്പോഴോ സ്കൂളുകൾ ഉയർന്നു, ആശുപത്രികൾ ഉയർന്നു, ദേശീയപാത വന്നു, ജലപാത വന്നു, കൊച്ചി ജലമെട്രോ വന്നു. നിങ്ങൾ അതെ ജലമെട്രോ വന്നു. മറുപടി വേണം. കൊച്ചി ജലമെട്രോ LDF സർക്കാർ